ദൈവത്തിൻ്റെ സ്തോത്രം. അക്ഷരീവൻ നടക്കുന്നതായ ഒരു വിവാഹ ഉറപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു മാന്യമായിട്ടുള്ളൊരു വിവാഹം കർത്താവിൽ താമസിക്കുന്നെങ്കിൽ മാർച്ച് മാസം 3-ാം തീയതി പുനലൂർ സെൻട്രൽ ഫൈറ്ററിൽ വെച്ച് നടത്തപ്പെടും. ഇപ്പോൾ അല്പം കഴിയുമ്പോൾ വധൂവരന്മാരും ഇരുഭാഗത്തുള്ളായ മാതാപിതാക്കളും അല്ലെങ്കിൽ പിതാക്കന്മാരും ഒരു സ്ഥാനത്തേക്കുള്ള വ്യക്തികൾ ഒപ്പിട്ട് സന്റെ സാക്ഷികൾ ഒപ്പിട്ട ശേഷം കുറി കൈമാറും. ആ കുറിയിൽ ഇരിക്കുന്ന ഉടമ്പടിയിൽ ഒപ്പിട്ട് അല്ലെങ്കിൽ കൈമാറുമ്പോൾ ഒരു ഉടമ്പടി അക്ഷരീയമായി നടക്കുന്ന ഒരു ഉടമ്പടി നടക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാന്യമായി നടക്കുന്ന ഒരു വിവാഹത്തിന്റെ വിവാഹ ഉറപ്പിലേക്കാണ്. ഇതൊരു നിഴലായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ വിവാഹം മറ്റൊരു ശ്രേഷ്ഠമായൊരു വിവാഹത്തിന് നിഴലായി നമുക്ക് പഠിക്കാം. ഇനി നടക്കപ്പെടാൻ പോകുന്നതായ അതിമഹത്തായിട്ടുള്ള മറ്റൊരു വിവാഹം നടക്കപ്പെടാൻ പോകുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണുന്നു. വെളിപ്പാട് പുസ്തകം 19-ന്റെ 7, 8 വചനങ്ങളിൽ നാം സന്തോഷിച്ചുല്ലസിച്ച് മൗത്ത് കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കുന്നു. എങ്ങനെയാണ് ഒരു മണവാട്ടി തന്റെ കാന്തന് വേണ്ടി ഒരുങ്ങുന്നത്? ഞാൻ സാധാരണ പറയാറുണ്ട്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിട്ട് വരുമ്പോൾ അവർ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. എന്താണറിയാം ഉടമ്പടി? ആവർത്തന പുസ്തകം 26-ന്റെ 18, 19 വചനത്തിൽ അവിടുന്ന് കർത്താവ് കൽപ്പിക്കുന്ന പോലെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്നും ഞാൻ ദൈവത്തിന് ഞങ്ങൾ വിശുദ്ധ ജനമായിരുന്നു കൊള്ളാം എന്നുള്ളതായ ഉടമ്പടി. എന്തുകൊണ്ട് അങ്ങനെ ഉടമ്പടി ഇസ്രായേൽ മക്കൾ ചെയ്തു എന്ന് ഓർത്താൽ കൊരിന്ത്യലേഖനം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹത്തിന് അക്ഷരീയമായി നടക്കുന്ന വിവാഹത്തിന് അല്പം ഏറ്റക്കുറച്ചിലോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിലും ഇത് രണ്ട് പരസ്പരം അവർക്ക് തമ്മിൽ ഇത് മതിയെന്ന് ചിന്തിച്ചാൽ വിവാഹം നടക്കപ്പെടും. എന്നാൽ അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു മറ്റ് വിവാഹം നടക്കപ്പെടാൻ പോകുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവും തന്റെ കാന്തയും നടക്കുന്ന വിവാഹമാണ്. ആ വിവാഹത്തിനും ഒരു ഉടമ്പടി അല്ലെങ്കിൽ അച്ചാരം അല്ലെങ്കിൽ ഉറപ്പ് ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം വായിക്കുന്ന, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ വിവാഹത്തിന് മുൻപായിട്ട് ഒരു വിവാഹം നിശ്ചയം എന്നുള്ളത് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. ഈ നിശ്ചയം എന്ന് പറയുമ്പോൾ ഉറപ്പാണ്, ഉടമ്പടിയാണ്. ഇപ്പോൾ ഈ അല്പം കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഇതിലെ കുറിയിൽ കൈ ഒപ്പിട്ട് ഇട്ടിട്ട് കൈമാറുമ്പോൾ അത് ഒരു ഉടമ്പടിയാണ്, ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? കർത്താവിൽ താമസിക്കുന്നെങ്കിൽ മാർച്ച് മാസം 3-ാം തീയതി പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം പുനലൂർ സെൻട്രൽ ഫൈറ്ററിൽ വെച്ച് നടത്തപ്പെടും. അത് ദൈവത്തിന്റെ നാമം മഹത്വമാണ്. ദൈവഗീത പ്രകാരമുള്ള ഒരു വിവാഹത്തിന് വേണ്ടി ഉള്ളായ ഒരു അച്ചാരമാണ് ഇവിടെ നടക്കപ്പെടുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അതുപോലെ തന്റെ കാന്തയ്ക്കായിട്ട് യേശു വേഗം വരുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എങ്ങനെയാണ് ഒരുക്കുന്നത്? പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് വിധവമാരെ അവരുടെ സങ്കടത്തിൽ പോയി കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നതാണ്. ശരിയായ ഒരു അച്ചാരം എന്ന് പറയുന്നത് ലോകത്തിന്റെ കളങ്കം പറ്റാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഭക്തി എന്നുള്ളത്. നിർമ്മലത്വം എന്ന് പറയുമ്പോൾ ലോകത്തിലായിരിക്കുന്ന അനുഭവങ്ങൾ ഒന്നുമില്ലാതെ ദേശാതെ വണ്ണം ജീവിക്കുന്ന ജീവിതമാണ്. അതാണ് കളങ്കം അല്ലെങ്കിൽ നിർമ്മലത. ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവീയമായ കാഴ്ചപ്പാടിൽ ദൈവീയമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ജീവിതം ചെയ്യുന്ന വ്യക്തികളുമായിട്ടാണ്
കർത്താവിന് ഉടമ്പടി ചെയ്യുവാൻ കഴിയുന്നത്. അതാണ് ഉടമ്പടി. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:15 വാക്യത്തിൽ വായിക്കുന്നത്, ലോകത്തിന് ഉള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപം, ഇതൊക്കെയും ലോകത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് എല്ലാവിധമായിരിക്കുന്നതായ സാത്താന്യ ശക്തികളും പൈശാചികമായിട്ടുള്ള അനുഭവത്തെയും നീക്കി ലോകത്തിലായിരിക്കുന്ന മോഹങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവീയമായ കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോകുന്നൊരു അനുഭവമാണ് അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിന് വ്യക്തമായി പറയുന്നു, എന്നാൽ പീഡിക്കൽ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകർ, സുത്രക്കാർ, വിൻപരാതികൾ എന്നിവർക്കും പോഷ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകത്തിന് പൊയ്കയാണ്. ഗലാത്യലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 5:19 വാക്യത്തിൽ വായിക്കുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, ദുർന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇതൊരിപ്പോൾ ഈ കാലഘട്ടം പറയുന്നത് ഒരു വെളിച്ചത്തിന്റെ കാലഘട്ടമാണ്. ഹൈന്ദവ മാർഗത്തിൽ പറയുമ്പോൾ ഒരു കലിയുഗമാണെന്ന് പറയും. കലിയുഗം എന്ന് പറയുമ്പോൾ കൃപായുഗം എന്നാണ് അർത്ഥം. ഇതൊരു കൃപയുടെ കാലഘട്ടമാണ്. ഈ കൃപയുടെ കാലഘട്ടം മാറാൻ സമയമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ഞാനൊരു ഹൈന്ദവ ഒരു വ്യക്തിയോട്, പ്രധാനമായിട്ട് പാരായണങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊരു കലിയുഗം എന്ന് പറയുന്നത് ഒരു വെളിച്ചത്തിന്റെ കാലഘട്ടമാണ് ഉദ്ദേശിച്ചത്. അത് മാറാൻ പോവുകയാണ്. ഒരു അന്ധകാരം ഭൂമിയെ മൂടാൻ പോകും. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്താണ് അന്ധകാരം? ഒരു ദൈവമക്കളെ ഒരു കൂരിട്ട് ലോകത്തെ മൂടാൻ പോകുകയാണ്. വെളിച്ചമായി സക്കരി മാറാൻ പോകുകയാണ്. ഈ വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമായിട്ട് മാറും. ഈ വെളിച്ചമായ കർത്താവിന്റെ ആ അനുഭവം മാറാൻ പോകുകയാണ്. ദൈവമക്കളെ, ഒരു അന്ധകാരം വെളിച്ചം മാറി കഴിയുമ്പോൾ അന്ധകാരമായിട്ട് മാറും. ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു ലൈറ്റ് കത്തിച്ചു വെച്ചാൽ നിശ്ചയമായി അവിടെയുള്ള ഇരുട്ട് മാറുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, ഉള്ളത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും യേശുവിനെ നമുക്ക് നിലനിർത്തുവാൻ കഴിയണമെങ്കിൽ അന്ധകാരം ആ കുടുംബത്തിലില്ല, അവരിലേമില്ല. അതുകൊണ്ടാണ് അന്ധകാര ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. വചനപ്രകാരമുള്ള മുടിക സ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മനാമത്തിലുള്ള മുടിക സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നതായ, വേർപാട് പാലിക്കുന്നതായ, അപ്പോസ്തലിക ഐക്യതയിൽ ജീവിക്കുന്നതായ വിശുദ്ധ ഗണത്തിന് വേണ്ടി യേശു വേഗം വരും. അതാണ് ഉടമ്പടിയുടെ പ്രധാനം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ആത്മീയമായി പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടിയാണ് ഉടമ്പടി. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അച്ചാരം ചെയ്തു എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ക്രിസ്തുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. ആ ഉടമ്പടി തെറ്റിക്കാതെ ദൈവീയ പ്രമാണത്തിൽ നിലനിൽക്കുവാൻ ഗുണം കൃപയുള്ളവർക്ക് നൽകട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ. ജീവിതത്തിൽ ഏതെങ്കിലും പരാജയങ്ങൾ, കുറവുകൾ, കുറ്റങ്ങൾ, തെറ്റുകൾ, എന്തെങ്കിലും തോൽവികൾ ഉണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് വീക്ഷിക്കണം. വീണ്ടും പാപം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യ സ്ത്രീയെ കല്ലെറിയുന്നതിന് വേണ്ടി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, ക്രിസ്ത്യാനികൾക്ക് എല്ലാം അറിയാം. നിങ്ങളിൽ പാപമില്ലാത്ത കല്ലെറിയട്ടെന്ന് പറഞ്ഞു. മനസ്സാക്ഷിയുടെ ആക്ഷേപം ഗീതമായി എല്ലാവരും പിരിഞ്ഞുപോയി. യേശു പറഞ്ഞു, സ്ത്രീയെ നിനക്കാൽ ശിക്ഷ വിധിച്ചില്ല. ഇല്ല കർത്താവേ, ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത്. ഇതാണ് യേശുവിന്റെ ഉപദേശം. ഓരോ ഉള്ളങ്ങളോട് പറയാണ്, ഇനി പാപം ചെയ്യരുത്. കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള തോൽവികൾ, പരാജയങ്ങൾ, കുറ്റങ്ങൾ, തെറ്റുകൾ ഓരോന്നും ഏറ്റു പറഞ്ഞ് വീക്ഷിച്ചുകൊണ്ട് വിശുദ്ധി എണ്ണ പ്രാപിച്ച് നല്ല മനസ്സാക്ഷിയോടെ മുൻപോട്ട് തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുക്കുന്നവരോട് പറയുന്നു, ഇനി പാപം ചെയ്യരുത്. കർത്താവിന്റെ കൃപയാൽ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്തുകാരായിട്ടുള്ള വ്യക്തികൾ നരകത്തിലേക്ക് പോകുവാനായിട്ട് അനേകം പാസ്പോർട്ട് എടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് നന്മ കൊടുത്തു, അനുഗ്രഹങ്ങൾ കൊടുത്തു, പണം ഇഷ്ടം പോലെ കൊടുത്തു, കയറുന്നോർത്തുള്ള ടെലിവിഷൻ, കിടക്കുന്നിടത്ത് വരണം, കുശിനിയിൽ വരണം, പിന്നെ നടക്കുമ്പോൾ കേട്ടോണ്ട് പോകാനായിട്ട് കാറിൽ വരണം, പിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ട് നശിച്ച് നാനാവിധമാക്കുക. ടെലിഫോൺ, മൊബൈൽ ഫോൺ എല്ലാം ആകെ വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ രാജ്യത്തിൽ പോകണമെങ്കിൽ നിന്റെ വീട്ടിലുള്ള സാത്താന്യ ശക്തിയിൽ എടുത്ത് കളയണം, ഇല്ലെങ്കിൽ പോകാം. കർത്താവിന്റെ രാജ്യത്ത് പ്രവേശിക്കാനായിട്ടുള്ള ഒരുക്കലുണ്ട്. നിർമ്മലതയെ കാത്തു പരിപാലിക്കുന്ന അനുഭവമാണ്. ആ നിർമ്മലതയെ കാത്തു പരിപാലിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സമർപ്പിക്കാം. ഈ ശരി നടക്കുന്ന വിവാഹം ഒരു നിഴലായി നടക്കുന്ന വിവാഹം, അതിമഹത്തായി നടക്കുന്ന വിവാഹത്തിലൂടെ നിഴലാണ്.
ദൈവമക്കളെ, ക്രിസ്തു മണവാളനായി തന്റെ മണവാട്ടിക്ക് വേണ്ടി യേശു വേഗം വരുന്നു. ആ നിർമ്മല കാന്തിയായി കാണപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം, ക്രമീകരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.